Welcome, all of you, dear students. Now we are going to learn about the second part of the second chapter, the East and the West era of exchange. നമ്മൾ മനസ്സിലാക്കിയിരുന്നു യൂറോപ്പിൽ നഗരങ്ങളുടെ വളർച്ചയെക്കുറിച്ച്, നിരവധി നഗരങ്ങൾ വളർന്നു വന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി മധ്യകാല യൂറോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എഡ്യൂക്കേഷൻ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ എക്സ്പാൻഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഗ്രേക്കോ റോമൻ നോളജ് and Islamic knowledge were the features of the medieval age. മധ്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച, ആൻഡ് ദ ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഗ്രീക്കോ റോമൻ നോളജ് ആൻഡ് ഇസ്ലാമിക് നോളജ് were the features of the medieval age. Many schools that sprang up during this period for imparting primary education. പ്രൈമറി എഡ്യൂക്കേഷന് വളരെയേറെ പ്രാധാന്യം അവർ കൊടുത്തിരുന്നു, അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്. Moreover, the major subjects taught in the medieval schools were grammar, Latin, astronomy, literature, philosophy, mathematics, and law of nature. The subject that they taught in the schools. Education of women was restricted, and those who got the rare opportunity for education were nuns and the children of rulers and nobles. Education of women, that was restricted. സ്ത്രീകൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ഉണ്ടായിരുന്നില്ല. എങ്കിലും നൺസ്, സന്യാസിനിമാർ, അതുപോലെ തന്നെ റൂളേഴ്സിൻ്റെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ മക്കൾ, പെൺമക്കൾ, അത്തരം വിഭാഗങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് പുരോഹിതകൾ, സന്യാസിനികൾ, അതുപോലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ മക്കൾ, അവർക്ക് മാത്രമാണ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ കൊടുത്തില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. Then the medieval education was not confined to the primary level. University education also began to flourish. The main subjects taught in universities were philosophy, literature, medicine, languages, geometry and law. നിരവധി വിഷയങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ, സർവകലാശാലകളിൽ പഠിപ്പിച്ചിരുന്നു. പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമല്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു മെഡീവിയൽ പീരീഡ്. നിരവധി വിഷയങ്ങൾ ഈ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയുണ്ടായി. നിരവധി യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. Many universities were established in Europe in the 11th and 12th centuries. Then important among them, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ബൊളോഗ്ന, ഇറ്റലിയിലെ ബൊളോഗ്ന യൂണിവേഴ്സിറ്റി, അതുപോലെ ടർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി, ഫ്രാൻസിലെ പാരീസ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ മധ്യകാലഘട്ടത്തിൽ സ്ഥാപിതമായ പ്രധാനപ്പെട്ട സർവകലാശാലകളാണ്. ലോകപ്രശസ്തമായ പല സർവകലാശാലകളും അക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി രൂപം കൊണ്ടവയാണ്. Then another important university was the Cordova University, established by the Arabs in Spain. സ്പെയിനിൽ അറബികൾ സ്ഥാപിച്ച കൊർഡോവ യൂണിവേഴ്സിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വാസ് ദ ലൈബ്രറി വിച്ച് ഹാഡ് തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. ഈ കൊർഡോവ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് കയ്യെഴുത്ത് പ്രതി, നിരവധി ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതി, ആയിരക്കണക്കിന് മാനുസ്ക്രിപ്റ്റ്സ് that they kept in these universities. And this university provided facilities for learning languages such as Greek, Syriac, Persian and Sanskrit. Greek, Syriac, Persian, Sanskrit
ഈ ഭാഷകളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി ഈ യൂണിവേഴ്സിറ്റീസ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മാത്രമല്ല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിരുന്നത്. പ്രധാനമായും സെൻട്രൽ ഏഷ്യയിൽ അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഈ കാലഘട്ടത്തിൽ പുരോഗതി കൈവരിക്കുകയുണ്ടായി. നിരവധി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10ാം നൂറ്റാണ്ട് മുതൽ തന്നെ അറബ് രാഷ്ട്രങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അറബ് രാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ദർ വർ ഫെസിലിറ്റീസ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ ഇൻ ദ അറബ് വേൾഡ്. യൂറോപ്പിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല എങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ വുമൺ എഡ്യൂക്കേഷന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ലേഡീസ് വർ ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ടീച്ചേഴ്സ് ബൈ അറ്റൈനിങ് ദ ഡിഗ്രി ഐജാസ്. ഐജാസ് എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ്, ടീച്ചേഴ്സ് ഡിഗ്രിയാണ്, ടീച്ചർ ആകുവാനുള്ള ഒരു യോഗ്യതയാണ് ഐജാസ്. അക്കാലഘട്ടത്തിൽ ലേഡീസിന് ഐജാസ് എന്ന് പറയുന്ന ഡിഗ്രി എടുത്തുകൊണ്ട് ടീച്ചർമാരായി, അധ്യാപികമാരായി പഠിപ്പിക്കുന്നതിനുള്ള അവകാശം ഈ അറബ് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നു. ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ബാഗ്ദാദ് ആൻഡ് ഡമാസ്കസ് ഓഫ് സെൻട്രൽ ഏഷ്യ, ദ അൽ അസർ യൂണിവേഴ്സിറ്റി ഓഫ് ഈജിപ്റ്റ് were the noteworthy education institution of the medieval period. മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാഗ്ദാദിലെ യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ ഏഷ്യയിലെ ഡമാസ്കസ്, അൽ അസർ യൂണിവേഴ്സിറ്റി ഈജിപ്റ്റിലെ. ഇതൊക്കെ ഈ കാലത്തിലെ പ്രധാനപ്പെട്ട ചില പഠന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. From the ancient period onwards, schools were established at various places in China also. Many schools were established in China. This was based on the conviction that along with the development of an individual, education benefits the family as well as the nation. ചൈനയിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു വിശ്വാസമാണ്. along with the development of an individual, ഒരു വ്യക്തിയുടെ വളർച്ച മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകുന്നത്, വിദ്യാഭ്യാസം benefits the family as well as the nation. ആ വ്യക്തിയുടെ കുടുംബത്തിനും രാഷ്ട്രത്തിനും പുരോഗതിക്ക് സഹായിക്കുമെന്ന കാഴ്ചപ്പാടായിരുന്നു ചൈനക്കാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിലും നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറാണ്. കലയിലും സാഹിത്യത്തിലും ഈ കാലഘട്ടത്തിൻ്റെ സംഭാവന, നിരവധി സംഭാവനകൾ കലയിലും സാഹിത്യത്തിലും ഉണ്ടായ ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എംപറർ ചാർലിമെയിൻ ഫോംഡ് എ ന്യൂ സ്റ്റൈൽ ബൈ കമ്പൈനിങ് ആൻഷ്യന്റ് റോമൻ സ്റ്റൈൽസ് വിത്ത് ദ ബൈസാന്തിയൻ സ്റ്റൈൽ. ദിസ് ഈസ് നോൺ ആസ് ദ കരോലിഞ്ചിയൻ സ്റ്റൈൽ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആർ ദ ഡോംസ്, ആർച്ച് ഷേപ്ഡ് ഡോട്ട്സ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക് ഫ്ലോർ. The Europeans got acquainted with the Islamic culture during the Crusades. Art and literature were exchanged during this period. The Western style was profoundly influenced by the Eastern art and architecture. The Platonic Academy of Florence and the Queenswings Hospital of Paris, constructed by the French Emperor Louis IX on his return from the Crusades, are examples. During the Umayyads and Abbasid Caliphs, Arabic music progressed considerably. Ibn Misjah was the greatest musician of the Umayyad period. He started Arabic music by obtaining knowledge of Byzantine and Persian music through his travels in Syria and Persia. Ibn Mughris and Ibn Surai were the two other important musicians. The major themes of the medieval literature were related to religion. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മധ്യകാലഘട്ടത്തിലെ സാഹിത്യത്തിൽ പ്രധാനമായും വിഷയമായിരുന്നത്. എന്നാൽ മറ്റ് വിഷയങ്ങളും ഉൾപ്പെട്ട സാഹിത്യ കൃതികളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കൃതികളും എഴുത്തുകാരും ഇവയൊക്കെയാണ്: ഒമർ ഖയ്യാം എഴുതിയ ദ റുബിയാത്ത്, അൽ ഫിർദൗസിയുടെ ഷഹ്നാമ, ഇബൻ ഗാൽഡമിൻ്റെ കിതാബ് അൽ ഇബാദ്, തോമസ് അക്യുനാസിൻ്റെ സമ്മ തിയോളജി, സെൻറ്റ് അഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ അബറാൻറ്റിൻ്റെ ഡയലോഗ്, കൽഹാനയുടെ രാജതരംഗിണി, ജയദേവൻ്റെ ഗീതാഗോവിന്ദം. ഇതൊക്കെയാണ്
മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികൾ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് അറബികൾ. Let us see the contributions of the Arabs to the medieval science. The contributions of the Arabs to the medieval science. The Arabic numerals and zero from India were popularized in Europe. Arabic numerals, അറബി അക്കങ്ങൾ യൂറോപ്പിൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു ഇക്കാലത്ത്. സീറോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംഭാവനയാണ്. അതും അറബിക് ലെറ്റേഴ്സും യൂറോപ്പിൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നു. കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. അറബികളുടെ സംഭാവനയാണ്. കെമിസ്ട്രി ഒരു സയൻസ് ആയിട്ട് വികസിക്കുന്നു. ദ അറബ്സ് വർ ദ ഇൻവെന്റേഴ്സ് ഓഫ് ദ സബ്ജക്ട്സ് ലൈക്ക് ആൾജിബ്ര ആൻഡ് ഒപ്റ്റിക്സ്. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അറബ്സ്. ശാസ്ത്രരംഗത്ത് അറബികളുടെ സംഭാവന വളരെ വലുതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അറബികളുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് യൂറോപ്യന്മാർ കൈവരിച്ച നേട്ടങ്ങളാണ്. അറബികളുമായിട്ടുള്ള ആ ട്രേഡ് കോണ്ടാക്ട്സ്, അതിൻ്റെ ഫലമായിട്ട് യൂറോപ്യന്മാർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. അറബികളിൽ നിന്നും അവർക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അറബികളിൽ നിന്നുമാണ് യൂറോപ്യന്മാർ മനസ്സിലാക്കുന്നത്. ദെൻ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്. നഗരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് സ്ഥാപിക്കുക, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ, ഇതൊക്കെ അറബികളിൽ നിന്നുമാണ് യൂറോപ്യന്മാർക്ക് അറിവുകൾ ലഭിക്കുന്നത്. മെക്കാനിക്കൽ ക്ലോക്ക്, അനദർ കോൺട്രിബ്യൂഷൻ ഓഫ് ദിസ് അറബ്സ് ടു ദ യൂറോപ്യൻസ്. ഇറ്റ് വാസ് മെക്കാനിക്കൽ ക്ലോക്ക്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗിയർ, വാഹനങ്ങളുടെ ഗിയർ നമുക്കറിയാം. അതിൻ്റെ പ്രിൻസിപ്പിൾസ് യൂറോപ്യന്മാർ മനസ്സിലാക്കുന്നത് അറബികളിൽ നിന്നുമാണ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മെനി സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് that these Europeans got acquainted with the Arabs. Then algebra, alchemy, trigonometry, ഇതൊക്കെ ഈ പറയുന്ന അറബികളിൽ നിന്നും യൂറോപ്യന്മാർ മനസ്സിലാക്കിയ അറിവിൻ്റെ വ്യത്യസ്തമായ ശാഖകളാണ്. Medieval China also made great progress in science and technology during this period. During the medieval period, China also attained high progress in science and technology. The important progress that China attained during these days were the gunpowder and seismograph, an instrument used to measure the intensity of earthquake, mariner's compass, printing and astrolabe used by astronomers ഉപയോഗിക്കുന്ന അസ്ട്രോലാബ്, അതുപോലെ പ്രിന്റിംഗ് ടെക്നോളജി, ഇതൊക്കെ ചൈനക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ചൈന ഈ കാലഘട്ടത്തിൽ നേടിയ പുരോഗതിക്ക് ഉദാഹരണങ്ങളാണ്. Then the spread of these Eastern ideas and knowledge of science and technology to Europe in the medieval period led to the emergence of modern world and provided the base of the industrial and scientific progress. ആധുനിക കാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെയേറെ ഇൻഡസ്ട്രിയൽ ആൻഡ് സയൻറ്റിഫിക്കൽ പ്രോഗ്രസ് ലോകത്തുണ്ടായി. ശാസ്ത്രീയമായ അല്ലെങ്കിൽ വ്യാവസായികമായ പുരോഗതിയുടെ ഒരു കാലഘട്ടമായിരുന്നു ആധുനിക കാലഘട്ടത്തിൻ്റെ, മോഡേൺ പീരീഡിൻ്റെ ആദ്യ കാലഘട്ടം എന്നുള്ളത്. അതിന് കാരണമായി തീർന്നത് ഈ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലും മറ്റ് കിഴക്കൻ രാഷ്ട്രങ്ങളിലുമൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട പുരോഗതിയാണ്, വളർച്ചയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്പ് that paved the way for the emergence of a new era in the world, that is the modern age with industrialization and scientific progress. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.